പോലീസുകാർ അവിടെ ആദ്യത്തെ ഇതിന് തന്നെ FIR ഇട്ടിട്ടില്ല. അതിന്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് തരേണ്ടതാണ്. ഞാൻ വിവരാവകാശം ചോദിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇതിന് പിന്നീട് ഇപ്പം ഉപദ്രവിച്ചതിന് ശേഷം എനിക്ക് ബോധമില്ല. ഞാൻ അപ്പാട് ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റി. പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു ഗുരുവായൂരിനെ ഞാൻ പിന്നീട് അവിടെ കിടന്നിട്ടില്ല. കാരണം എന്തെങ്കിലും മരുന്ന് മാറിയിട്ട് അങ്ങനെ തരണ്ടെന്ന് വെച്ചിട്ട് കിടന്നിട്ടില്ല. ഞാൻ അവിടെ കാണിച്ചിട്ട് ഞാൻ എവിടെ കിടക്കുന്നതെന്ന് അറിയോ? ഇപ്പോൾ ക്ലിനിക്ക് പോകുന്നില്ല ഇവിടുത്തെ ഗവൺമെന്റിന്റെ. നമസ്കാരം. മുൻ കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തെ തുടർന്ന് ആ മരണത്തിൻ്റെ പുറകിലുള്ള ദുരൂഹതകൾ അകറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരുന്ന ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളുകയുണ്ടായി. കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നാണ് കോടതി ഉത്തരവിൽ പറഞ്ഞത്. എന്നാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ തന്നെ ഹർജി നൽകാൻ മഞ്ജുഷ തയ്യാറാകുന്നു. അഥവാ ഇനി ഹൈക്കോടതിയിൽ അതിന് സാധ്യതയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ വരെ പോയി നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ എന്താണെന്ന് പൊതുജനസമക്ഷം പുറത്തു കൊണ്ടുവരും എന്നുള്ള വാശിയിൽ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയും കുടുംബവും. ഇതിനിടയിൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ നൽകിയ കണ്ണൂരിലെ ഒരു പൊതുപ്രവർത്തകയായ വീണാമണി മലയാളത്തിലെ പല മാധ്യമങ്ങൾക്കും അഭിമുഖം നൽകുകയുണ്ടായി. അതീവ ഗുരുതരങ്ങളായ പല വിഷയങ്ങളുമാണ് വീണാമണി നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് ഈ മരണവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും വീണാമണി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിലതായിരുന്നു നവീൻ ബാബുവിൻ്റെ മുനീശ്വരൻ കോവിലിൻ്റെ ഭാഗത്തു നിന്നും ചിലർ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് താൻ കണ്ടു എന്നുള്ളത്. മാത്രമല്ല നവീൻ ബാബുവിൻ്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് നവീൻ ബാബുവിൻ്റെ സഹോദരനോട് വീണാമണി പത്തനംതിട്ടയിലുള്ള വീട്ടിലെത്തി പറഞ്ഞിരുന്നതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയതാണ്. എന്നാൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയതിനു ശേഷം മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം വീണാമണിയുടെ അഭിമുഖം വന്നതിനെ തുടർന്ന് CPM ലോബി വീണാമണിയെ ഏത് വിധേനയും വകവരുത്തും എന്ന മട്ടിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയത്. 2 ആഴ്ച മുമ്പ് ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് ക്യൂവിൽ നിൽക്കുമ്പോൾ വീണാമണിയെ തിരിച്ചറിഞ്ഞ പല CPMകാരും അവരെ ക്യൂവിൽ നിന്ന് വലിച്ചു പുറത്തേക്കിട്ടു മർദ്ദിച്ചു എന്നാണ് അവർ പല അഭിമുഖങ്ങളിലും സൂചിപ്പിച്ചിരുന്നത്. അവരുടെ ടെലിഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചെടുക്കുകയും പിന്നീട് അവിടെ പാറാവിലുണ്ടായിരുന്ന പോലീസുകാരൻ വന്നാണ് അത് വാങ്ങിക്കൊടുത്തത് എന്നെല്ലാം അവർ നേരത്തെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ സമാനമായി ഇപ്പോഴും വീണാമണിക്കെതിരെ ആക്രമണമുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ വെച്ചാണ് വീണാമണിയെ CPMന്റെ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ ഉപദ്രവിച്ചത് എന്നാണ് വീണാമണി പറഞ്ഞത്. അവരുടെ തലയ്ക്ക് ചവിട്ടുകയും അവർ രക്തം ഛർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ക്രൈം ഓൺലൈൻ്റെ സീനിയർ കറസ്പോണ്ടന്റായ ഐശ്വര്യയുമായി നടത്തിയ ടെലിഫോൺ അഭിമുഖത്തിലാണ് വീണാമണി ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. ഇപ്പോഴും തൻ്റെ പരിക്കുകൾ പൂർണ്ണമായിട്ടില്ല, താൻ അസുഖാവസ്ഥയിൽ തന്നെയാണ്. ശാരീരികമായി അവർ തന്നെ വളരെ മൃഗീയമായി പീഡിപ്പിക്കുകയുണ്ടായി. ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നു. എന്താണ് ഒരു സ്ത്രീയായ തന്നെ ഇത്രയധികം ഇവർ മർദ്ദിക്കുന്നത് എന്ന് തനിക്കറിയാം. നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് തനിക്ക് ആ മരണത്തെ സംബന്ധിച്ച് അറിയാവുന്ന പല വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞാൽ അത് CPMന് തലവേദനയാവും. CPMന്റെ അടിവേര് തന്നെ തോണ്ടിത്തെറിപ്പിക്കുന്ന വിധത്തിലുള്ള പല വിഷയങ്ങളുമാണ് തൻ്റെ കയ്യിലുള്ളത്. നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ ഹൈക്കോടതി പോലും CBI അന്വേഷണം നിഷേധിച്ച അവസരത്തിൽ തന്നെ പോലെ ഈ മരണത്തിന് ദൃക്സാക്ഷിയായ ഒരാൾ കൃത്യമായ വിവരങ്ങൾ പുറത്തു പറയുകയാണെങ്കിൽ അത് ഒരുപക്ഷെ കേരളത്തിലെ CPMന്റെ ഭരണത്തെ തന്നെ ഇല്ലാതാക്കിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് CPMകാർ ആസൂത്രിതമായി തന്നെ ആക്രമിക്കുന്നത് എന്നാണ് വീണാമണി ഐശ്വര്യയുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്. വീണാമണി ക്രൈമിന്റെ സീനിയർ കറസ്പോണ്ടന്റായ ഐശ്വര്യയുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ക്ഷീണായി ഛർദ്ദിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആശുപത്രിയിലെല്ലാം കാണിച്ചു. ഇത്രയുള്ള കുറച്ച് നല്ല വ്യക്തികളെ അപ്പോൾ തലക്കിട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ട് അവര് CPMന്റെ ആളുണ്ടല്ലോ കയറി കൂടിയിട്ട് പിന്നെ ദർശനത്തിന് വരുന്ന പോലെ വരുക പറഞ്ഞിട്ട് ഉപദ്രവിക്കുന്നതാണ്. ഇത് ഉള്ളിലാണ്. ഉള്ളില് പിന്നെ ഒന്ന് കമ്പിന്റെ ഉള്ളിൽ കയറിയ സമയത്ത്, പിന്നെ രണ്ടാമത്തത് അതായത് കമ്പിന്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ആ കിഴക്കേ നടയിലുള്ള സമയത്ത് അവിടുത്തെ ക്യാമറയെ കാണാം. പിന്നെ രണ്ടാമത്തത് കിഴക്കേ നടയിൽ തന്നെ ഉള്ളിൽ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് 2 സ്ഥലത്തു നിന്ന് ഉപദ്രവിച്ചത്. ഭഗവാന്റെ മുന്നിട്ട് അടിച്ചോ? ഭഗവാന്റെ മുന്നിൽ കുറച്ച് മുന്നിൽ പടി കയറിയ പാട് അവിടെ വേറെ ആരും ഇതിൽ ഇടപെട്ടില്ലേ?
അതിൻ്റെ അകത്ത് അത്രയും തിരക്കായിട്ട് എല്ലാവരും പറഞ്ഞു ആ കുട്ടിയോട് ഇങ്ങനെ. നല്ല ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, നല്ലവർ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാടുണ്ട്. ഇപ്പം എന്നെ കണ്ടാൽ തന്നെ ഒരുപാട് ഒരു ആപത്തും ഇല്ലാണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് അത്രയും സുരക്ഷിതത്വം ഒരുക്കി തരുന്നവരും അവിടെയുണ്ട്. ഓ അപ്പോൾ പിന്നെ ഇത് തിരക്കുണ്ടാക്കുക, ഇവർ തന്നെ തിരക്കുണ്ടാക്കിയിട്ട് ഉപദ്രവിക്കുന്നതാ മനഃപൂർവ്വം. ബാക്ക് നോക്കാം മുടിയൊക്കെ പിടിച്ച് വലിച്ച് തലക്ക് കൊഴിയിട്ട് ഇടിക്കുക. അപ്പോൾ തലക്ക് ഇടിക്കുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഇത് തലക്ക് തന്നെ കരുതി കൂട്ടിയിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു മോളെ ഇങ്ങനെ ഇതിങ്ങനെ ഇനി അടി മേടിക്കാൻ നിൽക്കണ്ട, പിന്നെ തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ കുറേ ദിവസം പുറത്തേക്കൂടെ പ്രദക്ഷിണം മഹാപ്രദക്ഷിണം ചെയ്തായിരുന്നു. അപ്പോൾ തിരുമേനി പറഞ്ഞു ഉള്ളിൽ കൂടി ചെയ്തോളൂ, ഇനി ഇങ്ങനെ കണ്ടശനിയാണ് വരാൻ നോക്കുന്നത്, അതുകൊണ്ട് നല്ലത് വരണോ, അപ്പോൾ ആയുസിന് ആരോഗ്യത്തിന് ഇതെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ. അവിടെ നല്ല സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അല്ല ഇങ്ങനൊരു കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്നിട്ട് പോലീസ് ഇടപെട്ടില്ല? പോലീസുകാർ അവിടെ ആദ്യത്തെ ഇതിന് തന്നെ FIR ഇട്ടിട്ടില്ല. അതിന്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് തരേണ്ടതാണ്. ഞാൻ വിവരാവകാശം ചോദിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിന് പിന്നീട് ഇപ്പം ഉപദ്രവിച്ചതിന് ശേഷം എനിക്ക് ബോധമില്ല. ഞാൻ അപ്പാട് ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റി. പിന്നെ ഹോസ്പിറ്റലായിരുന്നു ഗുരുവായൂരിനെ. ഗുരുവായൂരോ? ഞാൻ പിന്നീട് അവിടെ കിടന്നിട്ടില്ല, കാരണം എന്തെങ്കിലും മരുന്ന് മാറിയിട്ട് അങ്ങനെ തരണ്ടെന്ന് വെച്ചിട്ട് കിടന്നിട്ടില്ല. ഞാൻ അവിടെ കാണിച്ചിട്ട് ഞാൻ എവിടെ കിടക്കുന്നതെന്ന് അറിയോ? ഇപ്പോൾ ക്ലിനിക്ക് പോകുന്നില്ല ഇവിടുത്തെ ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ. അപ്പോൾ അവിടെ 400 രൂപയാണ് ഒരു 24 മണിക്കൂറിന്. 6 മണിക്കൂറിന് 100 രൂപ. അതെ അല്ലേ. എറണാകുളത്താണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ 100 രൂപ ഒട്ടാകെ 24 മണിക്കൂറിന് കൊടുക്കണ്ടേ. അതെ അല്ലേ. ഞാൻ കൊടുത്തതല്ല പറയുന്നു മോളെ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എനിക്കുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം നെയ്യാറ്റിൻകര ഗോവിന്ദ സ്വാമി, അത് ഓരോ ആളുടെ ആചാരങ്ങൾ. അവർ ഫാമിലി ആയിട്ട് ജീവിച്ചാലും ഇപ്പം വടകരയുണ്ട് ഒരുപാട് ഇങ്ങനെ ദർശനം കിട്ടിയവർ. അത് എവിടുന്നാന്ന് വെച്ചാൽ ഒരു തമിഴ്നാട്ടിൽ പോയിട്ട് അവിടുത്തെ ഒരു മരുസ്വാമല എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഈ മന്ത്ര ഉച്ചാരണം അങ്ങനെയൊക്കെ കിട്ടിയാൽ നമ്മളെ മൂർധാവ് പൊട്ടിയിട്ട് അതിലെ കൂടി പുറത്തേക്ക് ആത്മാവ് വരും. ആത്മാവ് വരുമ്പോൾ അതിന് സമാധി എന്ന് പറയും, അതിന് മരണം എന്ന് പറയില്ല. അപ്പോൾ മരണം കണ്ണിൽ കൂടിയോ മൂക്കിൽ കൂടിയോ ചെവിയിൽ കൂടിയോ പോകുന്നതിന് മരണം എന്ന് പറയും. അപ്പം ഇത് അവരുടെ ആ അച്ഛന് എന്നാൽ 83 വയസ്സിലെടുക്കുന്ന അവർക്ക് കൊന്നാൽ പോരെ ആ കുട്ടികൾ. അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. ഇതെല്ലാം സമാധി തന്നെയാണ്. ഹിന്ദു ആചാരങ്ങളുടെ ഓരോ ഇതാണ്. വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് സന്യാസം സ്വീകരിച്ചുകൂടാന്നൊന്നും ഇല്ലല്ലോ മോളെ.